നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഈ പോൺ വീഡിയോസ് കണ്ടാൽ പോലീസ് പിടിക്കും. ഒരുപാട് പേര് എന്നോട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പ്രായഭേദമെന്ന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. കൂടാതെ ഈ അടുത്ത കാലത്ത് പോലീസ് ആരംഭിച്ച പി ഹണ്ട് ഓപ്പറേഷൻ, അതിനുശേഷം ഈ സംശയം ആളുകളിൽ വർദ്ധിച്ചു വരികയുണ്ടായി. നമ്മൾ ഈ പി ഹണ്ടിന്റെ ഭാഗമായിട്ട് പല വീടുകളിലും പുലർച്ചെ കയറി ചെന്ന് ഒരു സെർച്ച് ഓപ്പറേഷൻ നടത്തുന്നു. ചിലരെ കൈയോടെ വെക്കുന്നു, ചിലരുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അതൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു. ആ സമയത്ത് ഒരു കൊലപാതകം നടന്ന വീട്ടിലുണ്ടാകുന്നതിനേക്കാളും വലിയ മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളുമാണ് ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇന്റർനെറ്റ് പോണോഗ്രഫി ഇന്ത്യയിൽ അത്രത്തോളം വ്യാപകമായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ ടെലികോം കമ്പനികളുടെ വരുമാനത്തിന്റെ ഒരു മേജർ പോർഷൻ ലഭിക്കുന്നത് ഇതിലൂടെ. അതായത് ഇന്ത്യയിലെ അർബൻ ഏരിയകളിൽ ഈ നെറ്റിന്റെ ആക്സസിബിലിറ്റി വളരെ ഈസി ആയി കഴിഞ്ഞതിന് ശേഷം ഈ മൊബൈൽ ഫോണിൽ പോണോഗ്രാഫി കാണുന്നവരുടെ എണ്ണം 50% നിന്ന് 70% വർദ്ധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2015 ഇന്ത്യയിൽ 857ഓളം വെബ്സൈറ്റുകളാണ് നിരോധിച്ചത് സെൻട്രൽ ഗവൺമെന്റ്. അതായത് ഓരോ വെബ്സൈറ്റുകളിലും 80 ലക്ഷം മുതൽ 1 കോടി വരെ, ചിലതിൽ അതിനേക്കാളും മുകളിലാണ് ഇത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സുപ്രീം കോടതി പറയുന്നത് ഒരാള് അയാളുടെ സ്വന്തം വീട്ടിൽ അയാളുടെ സ്വകാര്യതയിൽ ഇരുന്നുകൊണ്ട് പോണോഗ്രഫി കാണുന്നത് അയാളെ കുറ്റം പറയാൻ കഴിയില്ല, അതൊരു കുറ്റകരമല്ല എന്നൊരു ഇന്റർപ്രിട്ടേഷൻ സുപ്രീം കോടതി നടത്തുകയും അത് ആർട്ടിക്കിൾ 21 കൊണ്ട് തന്നെ അതിനെ സാധൂകരിക്കുകയും ചെയ്തിട്ടുണ്ട്. റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി. പക്ഷേ ചൈൽഡ് പോണോഗ്രാഫി അത് നിയന്ത്രിക്കാൻ, നിരോധിക്കാൻ ഇന്ത്യയിൽ അതിശക്തമായ നിയമങ്ങളുണ്ട്, വിലക്കുകളുണ്ട് എന്ന് ഓർക്കണം കേട്ടോ. ഇന്ത്യയിൽ സെക്ഷൽ ഒഫൻസുകൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണമായിട്ട് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പോണോഗ്രാഫിക് കണ്ടന്റിന്റെ അവൈലബിലിറ്റി, ഇത് വീഡിയോസും അങ്ങനെ ആ രീതിയിൽ കാണാൻ കിട്ടുന്നത് ക്രൈം ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ യുവാക്കളിലോ അല്ലെങ്കിൽ ഇത് കാണുന്നവരിലോ ഉണ്ടാക്കുന്നു. അതനുസരിച്ച് ക്രൈം റേറ്റ് കൂടുന്നു എന്നൊരു കണ്ടെത്തലാണ് നമ്മളുടെ വിദഗ്ധർ നടത്തുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് രണ്ടിനൊരു കോറിലേഷൻ ഉണ്ട്. അവിടെ അവർ പറയുന്നത് ഇതിന്റെ ലഭ്യത കൂടുന്നത് കൊണ്ട് അവിടെ ആ രീതിയിലുള്ള ക്രൈം കുറയുന്നു എന്നാണ് അവരുടെ കണ്ടെത്തൽ. ഇത് രണ്ടിലും ഏതാണ് ശരിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, ഏതായാലും കേരള പോലീസ് എല്ലാ മാസവും കൃത്യമായിട്ട് പി ഹണ്ട് ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. അതായത് ചൈൽഡ് പോണോഗ്രാഫി കണ്ടന്റ് ഉള്ള ഏതൊരു വീഡിയോസും ഏതൊരു ഡിവൈസും നമ്മൾ ക്യാച്ച് ചെയ്യും. ചൈൽഡ് പോണോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ വെച്ച് ചിത്രീകരിക്കുന്ന എന്തും അതിന്റെ പരിധിയിൽ വരും. ഇത്തരം വീഡിയോസ് കാണുകയോ ഡൗൺലോഡ് ചെയ്യുകയോ കയ്യിൽ സൂക്ഷിക്കുകയോ വിൽപ്പന നടത്തുകയോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയോ അത് കാണാൻ വേണ്ടി ബ്രൗസ് ചെയ്യുന്ന അതുപോലുള്ള ഗ്രൂപ്പുകളിൽ അംഗമാകുകയോ നമുക്ക് വരുന്ന സാധനം ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയോ എന്ത് ചെയ്താലും ഈ IT ആക്ട് 67, 67A, 67B തുടങ്ങിയ വകുപ്പുകളുടെ പരിധിയിൽ വരും. അവർക്ക് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ആദ്യത്തെ വട്ടം 3 വർഷവും പിന്നീട് 5 വർഷവും ഒക്കെ ആയിട്ട് കൂടുതൽ ശിക്ഷ കിട്ടുന്ന വകുപ്പാണ്. പിടിക്കുമ്പോൾ തന്നെ ജാമ്യം കിട്ടുന്ന ഒരു പരിപാടി ഇല്ല, നേരെ അകത്തേക്ക് പോകും, പത്രങ്ങളിൽ പടം വരും. അതുപോലെ തന്നെ ഇതിൽ നാണം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആള് പോകും. അപ്പോൾ അത് നമ്മുടെ യുവാക്കൾക്ക് കൃത്യമായിട്ട് അറിയില്ല പോലീസ് ഇതെങ്ങനെ ക്യാച്ച് ചെയ്യുന്നു, പിടിക്കുന്നു എന്നുള്ളത്. വേറൊരു കാര്യം എല്ലാവരും ചോദിക്കും, ചൈൽഡ് പോണോഗ്രാഫി എന്ന് പറയുമ്പോൾ അതിൽ വലിയ സ്ത്രീകളോ അല്ലെങ്കിൽ വലിയ ആൾക്കാരോ ഈ കുട്ടികളുടെ വേഷം കിട്ടിയ കഥാപാത്രങ്ങളായി മാറുന്നത് എങ്ങനെ തിരിച്ചറിയും പോലീസ് എന്ന്? അത് പ്രായം തെളിയിക്കാൻ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടൊന്നുമല്ല ഇത് പോലീസ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് കൗണ്ടർ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന്റെ ഒരു ഓഫീസ് ഉണ്ട്. അവിടെ ഇത്തരം വീഡിയോകൾ ഹാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ലിസ്റ്റ് ഓഫ് ഈ വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ കാണുന്ന വീഡിയോസ് ഇപ്പൊ ഈ നമ്മുടെ രാജ്യത്ത് നിരോധിച്ച വെബ്സൈറ്റുകളല്ലാതെ ഇപ്പൊ ലഭ്യമായ വെബ്സൈറ്റുകളിലുള്ള മുഴുവൻ വീഡിയോസും ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി ഹാഷ് ചെയ്തിട്ട് അതിൽ കുട്ടികളുടെ സെക്ഷൽ വീഡിയോസ് തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന വീഡിയോസ് എടുത്തിട്ട് ആ ലിസ്റ്റ് പ്രകാരമുള്ള വീഡിയോസിൽ ഹാഷ് ചെയ്ത സംഗതികളുണ്ടോ എന്നറിയാനായിട്ട് FSLലേക്ക് ഒരു പരിശോധനക്ക് അയക്കുക മാത്രമേ ഉള്ളൂ. അവിടുന്ന് റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടത് ഏത് വീഡിയോ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഹാഷ് വാല്യൂ ഇട്ട് വെച്ചിരിക്കുന്ന സാധനമാണ് നിങ്ങൾ കണ്ടേക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രതിയായി. അപ്പൊ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു പണിയാണ്. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ഇത് കണ്ടവരുടെ വീടുകളിലേക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോലീസ് കയറി വരാം. അപ്പോൾ ആ സമയത്ത് അവിടെ വരുമ്പോഴായിരിക്കും
നമ്മുടെ കുടുംബാംഗങ്ങൾ അറിയുന്നത് നമ്മൾ ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് പോലീസ് വന്നേക്കുന്നത്. അതപ്പോൾ തന്നെ അയൽവാസികളും ഒക്കെ അറിയും. അപ്പൊ ഇത് കാണുന്നത് എൻ്റെ മൊബൈൽ ഫോണിലാണ്, എൻ്റെ നെറ്റാണ്, എൻ്റെ വീടാണ് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം രാജ്യത്ത് വ്യവസ്ഥാപിതമായൊരു നിയമമുണ്ട്, ആ നിയമത്തിനെതിരാണ് ഈ സംഗതി. അപ്പൊ അതുകൊണ്ട് ഇമാതിരി കാര്യങ്ങളിലേക്ക് തിരിയാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ 50 മുതൽ 60% വരെയുള്ള ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ചൈൽഡ് പോണോഗ്രാഫി അല്ലാത്ത മറ്റു വീഡിയോകൾ കാണുന്നതിലുള്ള ധാർമ്മികതയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഒഫൻസീവായിട്ടുള്ള മെറ്റീരിയലുകൾ കാണുന്ന സ്വഭാവം മാറ്റിവെച്ചിട്ട് നമ്മളുടെ ലൈഫ് നമുക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.